എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സപ്താള അലങ്കാരങ്ങൾ ബാക്കി നോക്കിയിരുന്നു. ഒരു പരീക്ഷ മാത്രം നമ്മൾ അങ്ങനെ കാര്യമായിട്ട് അത് ഇടയ്ക്ക് ആദ്യം തന്നെ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ എടുക്കാൻ ശ്രമിച്ചില്ല. കാരണം മിക്ക കുട്ടികൾക്കാണെങ്കിലും പഠിക്കുന്ന സംഗീത വിദ്യാർത്ഥികൾക്ക് വലിയ ഡൗട്ട് വരാത്തൊരു പരീക്ഷയാണ് മധ്യസ്ഥായ പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബിൽ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തു ആ ഒരു പരീക്ഷയും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് മധ്യസ്ഥായി പരീക്ഷകൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒത്തിരി ഡിഫിക്കൽട്ടി ഒന്നുമില്ല എന്നാലും. അപ്പോൾ അതിൻ്റെ സ്വരങ്ങൾ സരി ഗ മ പ പ ടു, രണ്ട് കൗണ്ട് ഉണ്ട്. പ ഗ മ, ദെൻ രണ്ട് പായാണ്. ആ പാ 4 വെച്ചിട്ടാണ്, 4 കൗണ്ട്സ് ആണ്. പാ 4 പാ. അപ്പം അത്രയും സമയം നമ്മൾ ഗോ ഹോൾഡ് ചെയ്ത് നിൽക്കണം. അതാണ് അതിനകത്തെ ഒരു കാര്യം. അപ്പോൾ മനസ്സിൽ നമുക്ക് ആ കൗണ്ട്, ആ ലയത്തിലുള്ള കൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടെ അതിൽ വരും. പിന്നെ ചില നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിൾഡ് ആയിട്ടുള്ള നോട്ട്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ സരി ഗ മ പ ഗ മ പ പ. അത്ര നോക്കാം. പ ഗ മ പ ധ നി ധ പ മ. ഗ മ പ ഗ മ ഗ രി സ. സാ സാ, അത് ടോപ്പ് സാ ആണ്, താരസ്ഥായി സാ. സാ 2 കൗണ്ട്സ്. നീ ദ നീ 2 കൗണ്ട്സ്. പ ദ പ. ദ പ മ. നെക്സ്റ്റ് പ പ, രണ്ട് പ 2 കൗണ്ട്സ് ആണ്. പ പ. ഗമ പ ധ നി ധ പ മ എല്ലാത്തിനും റിപ്പീറ്റ് ആണ്. ഗമ പ ധ നി ധ പ മ ഗമ പ ഗ മ ഗ രി സ. ഓക്കെ, ദെൻ സാ നി, ദെൻ സാ 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 നി ധ കഴിഞ്ഞ് നെക്സ്റ്റ് ഡബിൾ ആക്കും. സാ 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 നി ധ ജണ്ട. സാ സാ എടുത്ത് വെക്കണം. നി ധ നി നി ധ പ ധ ധ പ മ. പാട്ടു പാട്ടു പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. നെക്സ്റ്റ് ലൈൻ സരി ഗ രി ഗ ഗ രി ഗ ഗ ടു. ഗ മ പ മ പ പ ടു. പ 2 കൗണ്ട്സ് ആണ്. ദ പ ധ ദ 2 കൗണ്ട്സ്. ധ ആ ധ 2 കൗണ്ട്സ് ആണ്. പിന്നെ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ. ദെൻ സരി ഗ മ പ പ പ ടു. ഗ മ പ
ആണ്. ജണ്ട. ദ ധ പ പ 2 counts. മാ മ സെയിം രീതി തന്നെ മാമ പ മാ മ പ. ഓക്കെ, പ 2 counts. ദ നി സ ആ സ 2 counts. ദ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഒന്നും കൂടെ വായിക്കാം. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ സ നി ധ നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ ഗ രി സ. സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ. സ നി ധ പ സ നി ധ പ മ ഗ രി സ. അടുത്ത സ്പീഡ്. ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ സ നി ധ നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ. സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇനി അടുത്ത സ്പീഡും പോകാം. ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ ഗ മ ഗ രി സ. സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. ഗ ധ പ മ പ ധ നി ധ പ. ഇങ്ങനെ കാലങ്ങൾ പല സ്പീഡുകളിൽ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വരിശ ഒന്ന് എല്ലാവരും സാധകം ചെയ്ത് നോക്കുക. രസകരമായ ഒരു വരിശയാണ്, കാരണം എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വരിശയാണ്. ഒരു പല്ലവിയോ ഒക്കെ പാടുന്ന പോലെ ഇരിക്കും, ഒരു പാട്ട് പാടുന്ന പോലെ, ഒരു ട്യൂൺ പോലെ പഠിച്ചു വെക്കാൻ പറ്റുന്ന, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു വരിശയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കുക. വീണ്ടും മറ്റൊരു ലെസണുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.